അതേസമയം തന്നെ ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുന്നത് നമ്മളെയൊക്കെ ഈ പരിഷ്കൃത സമൂഹത്തെ മുഴുവൻ വിഷമിപ്പിക്കുകയാണ്. ഈ കൂട്ടക്കുരുതിയുടെ സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിക്കുന്നു. വെടിനിർത്തൽ അവസാനിച്ചതോടെ തുടർന്നുണ്ടായ വ്യോമാക്രമണത്തിൽ ഇതുവരെ 500ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേർന്നു. ഷംന, ഒരു വശത്ത് നമ്മളിപ്പോൾ യുക്രൈൻ്റെ കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഒരു സമാധാനം വരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു കൂട്ടക്കുരുതി തന്നെ ഗാസയിൽ നടക്കുന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു സമവായത്തിൻ്റെ ഒരു ചെറിയ തോതിലെങ്കിലും അന്തരീക്ഷം ഉണ്ടാവുന്നത്? ശ്രീജ, നേരത്തെ തന്നെ ഈജിപ്തിന്റെയും അതുപോലെ ഖത്തറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ ഹമാസ് വ്യക്തമാക്കിയതായിരുന്നു. അതുപോലെ US-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അതിന് സമ്മതമാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയതായിരുന്നു. പിന്നീടാണ് ആ ചർച്ചകൾ എവിടെയും എത്താതായതും ഈ വ്യോമാക്രമണം വീണ്ടും തുടങ്ങിയതുമൊക്കെ. ഇപ്പോൾ എന്തായാലും വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കരാർ അവസാനിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ കരാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന കരാർ അത് ഏകപക്ഷീയമായി ലംഘിച്ചത് ഇസ്രായേലാണ്. അങ്ങനെ ഇസ്രായേലിന് നേരെ കടുത്ത ആരോപണം ഉന്നയിക്കുന്നു കൂടിയുണ്ട് ഹമാസ്. ഇസ്രായേൽ ഇങ്ങനെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചു എന്നും ഇത് ഇസ്രായേൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ തടവുകാരോട് ഇസ്രായേൽ തന്നെ കാണിക്കുന്ന ക്രൂരതയാണ് എന്നുകൂടി ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണവും പ്രതിഷേധവും ഒക്കെയാണ് ഇസ്രായേൽ പൗരന്മാർ നടത്തുന്നത്. കാരണം ബന്ധുക്കളെ അവിടെ ബന്ദികളാക്കിയ ബന്ധുക്കളെ അവരുടെ ജീവൻ കുരുതിക്ക് കൊടുക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അവരുടെ ജീവന് കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഇസ്രായേൽ മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ ബന്ദികളുടെ ബന്ധുക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഫലസ്തീന് ഐക്യദാർഢ്യവുമായി പ്രതിഷേധക്കാരും എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണം കടുപ്പിക്കുന്നു ഇസ്രായേൽ എന്ന് തന്നെയാണ് വിവരം. അതേസമയം ഇന്ന് പുതിയ മരണക്കണക്കുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി 500ഓളം മരണസംഖ്യയായിരുന്നു. 500ഓളം പേർ പലസ്തീനിൽ. ഹമാസിന്റെ ഈ നീക്കത്തോടെ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് അറിയേണ്ടത്. മനുഷ്യരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ മരണക്കണക്കുകൾ കേൾക്കുന്നത് ഒട്ടും സുഖമുള്ള കാര്യമല്ല.